ما علمتنا إنك أنت العليم الحكيم. بسم الله العظيم الماجد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, മറ്റു പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏതായാലും പറയാനുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടില്ല. ഓൺലൈൻ സ്പെഷ്യൽ ബിരുദം ഈ മുടി വിഷയത്തിൽ എടുത്തു കഴിഞ്ഞ സുഹൃത്ത് ARCKP ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും എന്നറിയാം. എങ്കിലും ഇത്രയും ദൂരം മാഹിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ ഇന്ന് വരാനുള്ള ഒരു കാരണം, നിങ്ങളുടെ പരിപാടിക്ക് ക്ഷണിച്ചു വന്നു, സന്തോഷം. മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ പറയാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയായതോടുകൂടി അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് അവതരണമായ ആ ആയത്ത് ഉത്ഭവിക്കാനുള്ള ഒരു കാരണം പോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മള് സംഘടന എന്നതിൽ കവിഞ്ഞ് ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അത് ഒന്നാമത്തെ സ്നേഹം നമ്മെ പടച്ച് നമ്മെ പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹുവിനോടുള്ള സ്നേഹം. പിന്നെ ഫവല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആ സ്നേഹപ്രകടനം, അത് നമ്മൾ നോക്കിയാൽ ഒന്നും രണ്ടും സ്ഥലത്തല്ല, അനവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയതമസ്സഹൂന ബിഹി യഖുദു മിൻ ബലദി യഖ്സി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വുളു ചെയ്യുന്ന സമയത്ത് സഹാബത്തുൽ കിറാം സംഘട്ടനത്തിന്റെ വക്കോളം എത്തി. കാരണം മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ട നേതാവിന്റെ ശിരസിലൂടെ, മുഖത്തിലൂടെ, അതുപോലെ തന്നെ കൈകളിലൂടെ ഒക്കെ ഒഴുകി വരുന്ന ആ ശറഫാക്കപ്പെട്ട വെള്ളം, അത് ബറക്കത്തെടുക്കാൻ വേണ്ടി മഹാന്മാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സഹാബികൾ തിക്കും തിരക്കും കൂട്ടി സംഘട്ടനത്തിന്റെ വക്കോളം എത്തി. അങ്ങനെ അത് കിട്ടിയവർ അവർ തൊട്ടുപുരട്ടി, കിട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത മറ്റുള്ള സഹാബികൾ അവർ കിട്ടിയ ആളുകളിൽ നിന്ന് അവരുടെ കൈകളിൽ തൊട്ട് ബർക്കത്ത് എടുത്തു. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോ സുഹൃത്ത് അൻസാർ മാഷ് പറഞ്ഞതുപോലെ, ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക, ഞാൻ നേരത്തെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗീയ ലോകം അല്ലാഹു സൃഷ്ടിച്ചപ്പോ ഇവിടെ കേരളത്തിലുള്ള ചില കക്ഷികളുടെ സംസാരം കേട്ടാൽ തോന്നും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 4 മുറിച്ചുത്തികൾ എന്ന് പറയുന്ന ശൈലിയിലുള്ള ഈ വിഭാഗം ആളുകളാണ് ആകാശഭൂമികളെക്കാൾ വിശാലമായ ഈ സ്വർഗീയ ലോകത്ത് വസിക്കുക എന്ന്. കാരണം അവരൊക്കെ വിധിക്കുകയാണ്. അൻസാറിന് കിബർ, രാമനെല്ലിക്ക് CD കച്ചവടം, എനിക്ക് ക്ലിപ്പ് ബിസിനസ്.
അത് ഹോൾസെയിലായിട്ട് മുമ്പ് ക്ലിപ്പ് ബിസിനസ് നടത്തിയപ്പോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഈ എ പി വിഭാഗത്തിലെ മൊയ്ലാമാര് എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഹലാലായ ആ ബിസിനസ് ഇന്ന് ഹറാമ്. ഈ നിലക്ക് ആളുകളെ മോശക്കാരാക്കി, ആളുകളെ പിഴച്ചവരാക്കി ചിത്രീകരിക്കുക. അവൻ സുന്നിയല്ല, അവൻ മുനാഫിഖാണ്. ഇത്തരത്തെ സംസാരങ്ങളും ശൈലികളൊക്കെ നടത്തി ആളുകളെ അധിക്ഷേപിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ഗൂഢമായി തന്നെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വന്നതിന്റെ ഒരു ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യം കൂടി. സത്യത്തിൽ സുഹൃത്ത് അൻസാർ മാഷ് ഞാനിപ്പോ കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണെങ്കിൽ വടകര CM ഹോസ്പിറ്റൽ അല്ലേ, അവിടെ വെച്ചാണ് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതിനുശേഷം ഒരു മുസ്ലിയാര് ഇഷാന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അൻസാർ മാഷും പയ്യോളി മേഖലയിലുള്ള SSFന്റെയും SYSന്റെയും കുറച്ച് സംഘടനയുടെ ഭാരവാഹിത്വമുള്ള മറ്റുള്ള ആളുകളും കാര്യങ്ങൾ വന്ന് അന്വേഷിക്കുകയും സംഘടനക്കതീതമായി ദീനാണ് വലുത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവര് സത്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ കൂനൂ മഅസ് സ്വാദിഖീൻ, സത്യം. ബഹുമാനപ്പെട്ട തങ്ങൾ പോവുകയാണ്. സത്യം മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വന്നപ്പോ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പരിഹസിച്ചുകൊണ്ട് ഉള്ള ഒരു ശൈലി. ഞാൻ നേരത്തെ മഹാന്മാരായ സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്തു എന്ന് പറഞ്ഞു. ഇത് പറയാൻ കാരണം, ഈ സാധുവായ ഞാൻ കാന്തം സ്വഹീഹായ ഹദീസ് കൊണ്ട് ഇവിടെ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ അന്ന് ഈ വിഭാഗത്തിൽ ഇവരുടെ കൂടെ നിന്ന ആ സമയത്ത് ഈ മുടിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചു. ഇതിന്റെ വെള്ളം മർക്കസിൽ നിന്ന് വിതരണം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വാങ്ങി, എല്ലാ വർഷവും വാങ്ങിക്കൊണ്ട്, അത് ഞാൻ നാട്ടിലുള്ള വർഷമാണെങ്കിൽ നേരിട്ടും അല്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും ആളെ അയച്ച് വാങ്ങിപ്പിച്ച് അത് ഞാൻ ജോലി ചെയ്യുന്ന ഖത്തറിൽ എത്തിക്കും. ഞാൻ പറയാൻ കാരണോ, അന്ന് ആ സമയത്ത് ഞാൻ എന്റെ ഒന്നാമത്തെ CD-യിൽ പറഞ്ഞിരുന്നു, സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട ആളുകളുടെ കൈയാണ് ബർക്കത്തിനെ തൊട്ടുപുരട്ടിയെങ്കിൽ, ബർക്കത്തിന് കിട്ടുന്ന വെള്ളം ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ, അതിന്റെ കുപ്പി ചുംബിച്ചുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോയ ഒരു എളിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ് ഞാൻ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ്, ഇഷ്ക്, അത് കൽബിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അന്നും എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി, സ്വന്തം നേതാക്കന്മാർക്ക് വേണ്ടി ശബ്ദിച്ചാൽ സുന്നത്തി ജമാഅത്തിന്റെ ധീരനായ പോരാളിയായും, അതേ സമയത്ത് കണ്ണുകൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട യാഥാർത്ഥ്യം, അത് റബ്ബിന് വേണ്ടി ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമൂഹത്തോട് പറയേണ്ട ഘട്ടം വന്നാൽ എന്താ, ആ പറഞ്ഞ വ്യക്തി പിന്നെ മുനാഫിക്കാകും. നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റിയാൽ തെറി പറയുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുന്ന പരിപ്പ് ഇനിയും വേഴില്ല എന്നാണ് നിങ്ങളെ സംഘടനാ നേതാക്കന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ നിങ്ങളെ ഓഡിയൻസിന്റെ അവസ്ഥ അനുസരിച്ചിരിക്കും എന്റെ പോക്ക്. നിങ്ങൾക്കൊക്കെ ഇരുന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്, കുറച്ച് കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതിനു മുമ്പ് ജിഷാൻ മാഹി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവര് പറയും അത് ഒരു നമ്മളെ കൂടെ നടന്ന ഒരാൾ ഒരു സംഘടനയായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോ നേതാക്കന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശ പുളകം കൊള്ളുന്ന അണികള് പറയും ഇവനെ പോലുള്ള തെമ്മാടികൾക്ക് ഞങ്ങളുടെ സംഘടന മെമ്പർഷിപ്പ് കൊടുക്കൂല. സത്യത്തിൽ മുഹമ്മദ് രാമന്തലിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പൊ എന്ത് തീരുമാനിച്ചു? പറയാൻ തുടങ്ങിയ സമയത്ത് സംഘടനയിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഈ മുടി വിഷയത്തിൽ പയ്യോലിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയുമായി അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ നമ്മുടെ റസാഖാജി ഇവിടെ ഉണ്ടോ? അവിടെ നേരത്തെ രാമന്തല്ലി സാഹിബ് പരിചയപ്പെടുത്തിയ അബ്ദുൽ റസാഖ് ഹാജ്, അദ്ദേഹം വേദിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ, ആ പരിപാടിയുമായി സഹകരിച്ചതിന്റെ പേരിൽ പിറ്റേന്ന് സിറാജ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി. അപ്പോ സംഘടനയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞാൽ നമ്മൾ സംഘടനയുടെ ആളൊന്നുമല്ലല്ലോ. പിന്നെ നിഷാൻ പറയുന്നതോ നമ്മൾ സംഘടനയുടെ ആരുമല്ല. ഇവരുടെ സംഘടനയുടെ ആളാണോ അല്ലയോ, ഏതായാലും ഇവരെ വിഡ്ഢികോമരം കെട്ടിക്കാൻ ഞാൻ ഒരു വർഷം കാത്തിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഒരു ആയത്തെഴുതിയിട്ട് വിഷയം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ സംഘടനക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ കേരളീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇവിടെ വിളിച്ചു പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞല്ല, കാന്തപുരം പറഞ്ഞ സനതല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞ സനതല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിയമായിട്ടാണ് വലുത്. അല്ലെ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനോ പ്രസിഡന്റ് സ്ഥാനോ അല്ലെങ്കിൽ ഞാൻ ഇന്ന യൂണിറ്റിന്റെ ICF നേതാവാണെന്ന് പറയലോ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ സംഘടനയുടെ മെമ്പർഷിപ്പ് കാണിച്ച് വിലസാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ ഓരൊന്നുമല്ല, ഒരു സംഘടനയായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ആളുകളോട് പറയുന്നു, നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന വ്യാജമുടിയെ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ ദിവസം വരെ എതിർത്തത് നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കിയ കള്ളസനതല്ല. ആ മെമ്പർഷിപ്പ് ഞാൻ ഉയർത്തി കാണിക്കുന്നു. ഇനി നിങ്ങൾ പുറത്താക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. അതിനു മുമ്പ് എനിക്ക് ചില തീർക്കാനുണ്ട്. ഇനി സനത് പരിശോധിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ്, അദ്ദേഹം ഇതിന്റെ സനത്, എല്ലാത്തിനും ഒരു സനതുണ്ടല്ലോ, ഒന്ന് വായിച്ചു. മെമ്പർഷിപ്പ് ഈ ക്രോസിൽ കാണുന്നത്, ഈ ക്രോസിൽ എഴുതിയിട്ടുള്ളത് മെമ്പർഷിപ്പ് എന്നാണ്. ജമിയത്ത് ഷബാബ് സുന്നിയ എന്നൊക്കെ അറബിയിൽ കൊടുത്തിട്ടുണ്ട്. SY സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി സമസ്ത സെന്റർ കോഴിക്കോട് 6 കേരള ഇന്ത്യ. പിന്നെ ടെലിഫോൺ നമ്പർ ഉണ്ട്, ജനറൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ ഒപ്പുണ്ട്. മറുഭാഗത്ത് മെമ്പർ നമ്പർ 217732, പേര് മുഹമ്മദ് ജിഷാൻ, ഉപ്പയുടെ പേര് ഫാദേഴ്സ് നെയിം മജീദ്, യൂണിറ്റ് മാഹി റെയിൽവേ സ്റ്റേഷൻ, സോൺ വടകര, ഡിസ്ട്രിക്ട് കോഴിക്കോട്, വാലിഡ് അപ് ടു 2016 മാർച്ച് 31. വലിയ